ശ്രീധരൻ തുടരുന്നുണ്ട്. നമുക്കിപ്പോൾ ശ്രീധരൻ ഇപ്പോൾ വാഹനം ഇടിച്ചു കയറിയതാണ് എന്ന് തന്നെയാണ് ദുരയും വ്യക്തമാക്കുന്നത്. ഏകദേശം ഒരു രാത്രിയാണ് അല്ലേ, ഉറങ്ങിപ്പോയതാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഡ്രൈവർ ഇതാരായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്? അദ്ദേഹത്തിന് പരിക്കുണ്ടോ? എന്താണ്? വണ്ടി ഓടിച്ചിരുന്നത് ആരാണെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല. ഡ്രൈവർ ഉണ്ടായിരുന്നു കാറിൽ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡ്രൈവർ തന്നെയായിരിക്കും ഓടിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. 4 പേരുള്ള സംഘമാണ് പുറപ്പെട്ടത് എന്നാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിലാവുന്നത്. ഏതായാലും ബന്ധുക്കൾ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഏതാണ്ട് 2 മണിക്കൂറിനകം തന്നെ ധർമ്മപുരിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ, ഒരുപക്ഷെ ചികിത്സ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നടപടികളൊക്കെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലേതായാലും ബന്ധുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ CB ചാക്കോയുടെ മൃതദേഹം ധർമ്മപുരി സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പാലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെരിയൂർ എന്നുള്ള ഒരു ഗ്രാമത്തിൽ വെച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലേതായാലും ഷൈൻ ടോം ചാക്കോയുടെയും സഹോദരന്റെയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല. അച്ഛൻ ഈ സ്പോട്ടിൽ വെച്ച് തന്നെ, അതായത് ഈ ആക്സിഡന്റിൽ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അച്ഛൻ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിലേതായാലും അവിടെ ഉണ്ടായിരുന്ന അതുവഴി പോയ മറ്റ് വാഹനങ്ങളിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നിലവിൽ ഈ ആളുകളെല്ലാം തന്നെ, ബന്ധുക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവിഷ്, സിനിമാ പ്രവർത്തകരാരെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ശ്രീധരൻ? ഇപ്പോൾ കുടുംബാംഗങ്ങൾ വരുന്നു, ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക, ഷൈൻ്റെ ഒക്കെ ചികിത്സ തൃശ്ശൂരിലേക്ക് വല്ലതും മാറ്റുന്ന സാഹചര്യമായിരിക്കുമല്ലോ ഉണ്ടാവുക, കാരണം അത്ര ഗുരുതരമല്ല എന്ന് പറഞ്ഞു. മറ്റ് സിനിമാ പ്രവർത്തകരാരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഈ തമിഴ്നാട്ടിലെ സിനിമാ സംഘടനകളിൽ എന്തെങ്കിലും ഒരു സഹായം അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുന്നുണ്ടോ? അങ്ങനെ സിനിമാ പ്രവർത്തകർ അവിടേക്ക് പോകുന്ന വിവരമൊന്നുമില്ല. പക്ഷെ ബംഗളൂരുവിൽ ഉള്ള ഷൈൻ ടോം ചാക്കോയുടെ ചില സുഹൃത്തുക്കൾ, അവരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവർ ഈ ധർമ്മപുരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ വൈകാതെ തന്നെ അവിടേക്ക് എത്തിച്ചേരും. ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ഇവർക്കെല്ലാം തന്നെ വിവരം ലഭിക്കുന്നത്. ഇവരെല്ലാം തന്നെ ബംഗളൂരുവിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പ്രാദേശികമായി തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനും മികച്ച ചികിത്സ ഉറപ്പാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളും ആൾക്കാരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ സമീപത്തൂടെ പോയ മറ്റ് വാഹനങ്ങളിലുള്ള ആളുകളാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം നമ്മൾ നൽകിയ ആ ചിത്രങ്ങൾ ഈ അതുവഴി പോയ മറ്റൊരു കാറിലുള്ള ഒരു യാത്രക്കാരൻ എടുത്ത് അയച്ചു തന്ന ചിത്രങ്ങളായിരുന്നു അത്. ഏതായാലും അവർ ഇപ്പോൾ കൂടുതൽ ആളുകൾ, അതായത് ഷൈൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രിയിലേക്ക്, ധർമ്മപുരിയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നേരത്തെ ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ ചികിത്സ മാറ്റുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനം ഉണ്ടാവുക. നിലവിൽ ഏതായാലും ഷൈൻ്റെയും സഹോദരന്റെയും ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളില്ല, ഗുരുതര പ്രശ്നങ്ങളില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാറിന്റെ മുൻഭാഗം അത് പരിപൂർണമായി തകർന്നുപോയി. ഇപ്പോൾ ഒരു യാത്രക്കാരൻ എടുത്ത് അയച്ചു തന്ന ദൃശ്യമാണ്. അതാണ് ശ്രീധരൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അതിന്റെ മുൻഭാഗം പരിപൂർണമായി തകർന്നുപോയി. പിതാവിന് ജീവൻ നഷ്ടമായി. ഇത് ഷൈൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയ യാത്രയാണോ? ഇന്നലെയാണല്ലോ തൃശ്ശൂരിൽ നിന്ന് അവർ യാത്ര തിരിച്ചത്. അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീധരൻ ഇപ്പോൾ? കാറിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം, അതിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ ആ ഭാഗമൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ആ ഭാഗം ചെന്ന് ഇടിച്ചതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ലോറിക്ക് പുറകിൽ അതിശക്തമായിട്ട് തന്നെയുള്ള ഇടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇവർ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത്. അതിനുശേഷം ഈ കോയമ്പത്തൂർ സേലത്ത് നിന്ന് തിരിഞ്ഞ് ഈ റായ്പേട്ട വഴി ഹൊസൂരിലേക്ക് എത്തുന്ന ഒരു റോഡാണ്. ഈ ഹൊസൂർ റോഡിൽ ഉള്ള പാലാക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നിലവിലേതായാലും ഈ അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടനകളൊക്കെ ഈ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഷൈൻ്റെയും അതുപോലെ തന്നെ സഹോദരൻ്റെയും ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളില്ല. ഈ അപകടം വലിയ അപകടം തന്നെയായിരുന്നു. ഷൈൻ്റെ ചികിത്സാർത്ഥം അവർ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ബംഗളൂരുവിലേക്ക് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ബന്ധുക്കളുടെ ഒരു പ്രതികരണം ലഭിച്ചാൽ കൂടുതൽ വ്യക്തത വരും. ശ്രീധരൻ, ഈ ഇപ്പോൾ ഷൈനെയും സഹോദരനെയും പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രി, ധർമ്മപുരിയിലെ ആശുപത്രി, അത് അത്യാവശ്യം സൗകര്യങ്ങളുള്ള വലിയ ആശുപത്രിയാണോ?
അതെ അത് ധർമ്മപുരിയിലെ സർക്കാർ ആശുപത്രിയാണ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയാണത്. അവിടെയാണ് ഇരുവരെയും ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. പെട്ടെന്ന് തന്നെ അവർക്ക് അവിടേക്ക് എത്തിക്കാനായത് വളരെ ഗുണകരമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അത്യാവശ്യം സൗകര്യമുള്ള ഒരു സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഈ ധർമ്മപുരിയിലേത്. ധർമ്മപുരി ജില്ലാ ആസ്ഥാനത്ത് തന്നെയാണ് ഈ ആശുപത്രി ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ഷൈനും അതുപോലെ തന്നെ ഷൈൻ്റെ സഹോദരനും ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ പിതാവിന്റെ മൃതദേഹവും ആശുപത്രിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്.